സപ്തസംഗമ ഭൂമിയായ കാസർഗോഡിൽ നിന്നും അവിടുത്തെ NDA സ്ഥാനാർത്ഥി നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മാത്രം ചോദിച്ച് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ MP ആയാൽ വലിയ സമഗ്രമായ വികസനം കോഴിക്കോട് ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കുമെന്നാണ് അശ്വിനി ജനം ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ ആരോഗ്യ മേഖലയാണ്. അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അടക്കം നടപ്പിലാക്കും എന്നും അശ്വിനി പറഞ്ഞിട്ടുണ്ട്. അരുൺ കൊടുങ്കുമാരുമായി അശ്വിനി സംസാരിച്ചത് നമുക്ക് കാണാം. എന്തായാലും സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണത്തിന്റെ തിരക്കിലേക്കാണ്. ചൂടാണ്, പക്ഷേ സ്ഥാനാർത്ഥികളെ ഒന്നും ആ ചൂട് ബാധിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അശ്വിനിയാണ് നമുക്ക് ഒപ്പം ഉള്ളത്. എന്തായാലും പ്രചരണത്തിന്റെ ഇടയിലാണ്. നമുക്കറിയാം വലിയ ചൂടുണ്ട്. ഈ ചൂടൊക്കെ എങ്ങനെയാ പ്രചരണത്തെ ബാധിക്കുന്നുണ്ട്? എങ്ങനെയാണ് ചൂട്? അങ്ങനെ ഒന്നും ബാധിക്കുന്നില്ല. നമ്മൾ രാവിലെ അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ എണിച്ചപ്പാട് ഫ്രഷ് ആയ പിന്നെ ടെൻഡർ കോക്കനട്ട് കുടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലെമൺ ജ്യൂസ് ഉണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമേ കുടിക്കും, എവിടെ ഇത് കുടിക്കുന്നില്ല, ജ്യൂസ് കുടിക്കാറില്ല. ഇവിടെ ചായ അങ്ങനെ പോയെടുത്തല്ല ഹോട്ടായിട്ടുള്ള ഡ്രിങ്ക് ആണ് എടുക്കും. അതേപോലെ ഫുഡ് ഒഴിവാക്കാം, കുറച്ച് ലിമിറ്റേഷൻ ആയിട്ടുള്ള. പിന്നെ കട്ട് ഫ്രൂട്ട്സ് കഴിക്കും ഇടയ്ക്കിടയ്ക്ക്. അതിലും വലിയ തെരഞ്ഞെടുപ്പ് ചൂടാണ്, അതുകൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അതന്നെ എന്റെ ആ ഒരു ചൂടിൽ ഇതൊരു ചൂടായിട്ട് തോന്നില്ല. ബിക്കോസ് എവറി ടൈം വി ആർ ഇൻ ദ ഫീൽഡ്, വി ആർ ഇൻ ദ ഗ്രൗണ്ട്. മോർണിംഗ് 6 o'clock 7 o'clock ഇറങ്ങി കഴിഞ്ഞെങ്കിൽ നൈറ്റ് 10 o'clock 11 o'clock എല്ലാം ആവുന്നുണ്ട്. സോ ഇടയ്ക്കും പോലും ബ്രേക്ക് എടുക്കാറില്ല. ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ച ശേഷം ഒരു ½ an hour ആണ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുന്നുള്ളത്. പിന്നെ നമ്മൾ പ്രചരണത്തെ ഇടലാണ്. അപ്പോൾ അതൊരു ബാധ്യതയായിട്ട് കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുക്കാറാകുന്നു, പ്രചരണ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഈ നമുക്ക് ഓരോ ആളുകളുടെ അടുത്ത് എത്തുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആ ഊർജ്ജം അതെങ്ങനെയാണ് പങ്കുവെക്കാൻ കഴിയുക? നല്ല പ്രതീക്ഷയാണ്. ബിക്കോസ് ഈവൻ ദേ വോണ്ട് സംതിങ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. അവർക്കും മടുത്തിട്ടുണ്ട്, മാറി ഭരിച്ചിട്ടുള്ള ഗവൺമെന്റിന് മടുത്തിട്ടുണ്ട് അവർക്കും പോലും. സോ ദേ നീഡ്, പബ്ലിക് നീഡ് ചേഞ്ചസ്. അപ്പൊ അത് കാണുന്നുണ്ട്. എനിക്ക് ഇടയിൽ പോയിട്ടാകുമ്പോൾ അവരൊരു സ്വീകരണമായിട്ടുണ്ടാവും, നമ്മൾ അവിടെ പോയിട്ടാകുമ്പോൾ അവരൊരു മുഖത്തുള്ള ഹാവഭാവമായിട്ടുണ്ടാവും. എന്തോ ഒരു മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് അവരൊരു വെയിറ്റിംഗില് നമുക്കത് നല്ല രീതിയായ എക്സ്പീരിയൻസ് ആകുന്നുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി അത്തരത്തിലുള്ള ഒരു ടാഗ് ലൈനോടെ മുന്നോട്ട് പോകുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ അതൊക്കെ തന്നെ ഒരു ഗുണമായി മാറുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ അല്ലേ? അതന്നെ, തീർച്ചയായിട്ടും. ബിക്കോസ് നരേന്ദ്രമോദിജി പറഞ്ഞിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോമിസ് കൊടുത്തിട്ട് ബ്രേക്ക് ആയിട്ടില്ല. ഏതെല്ലാം പ്രോമിസ് കൊടുത്തിട്ടുണ്ടായോ അതെല്ലാം ഇപ്പൊ നടപ്പിലാക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാവട്ടെ, യൂത്ത്സ് വേണ്ടി ആവട്ടെ, കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോരോ വീട്ടിൽ മിനിമം ഓരോരോ ബെനിഫിഷ്യറീസ് ഉണ്ട്. അധികം ബെനിഫിഷ്യറീസ് ഉണ്ട്, പക്ഷെ മിനിമം ആയിട്ട് ഓരോരോ ബെനിഫിഷ്യറീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം മോദിജി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് മോദിജിയുടെ ഗ്യാരണ്ടി എൻ്റെ ഉറപ്പാണ് എന്ന് പറയുന്ന ഹാഷ്ടാഗിലാണ് നമ്മൾ പ്രചരണം നടക്കുന്നുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. ചൂടേറിയ പ്രചരണ വിഷയവുമായി ഓരോ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് കൂടും, അതോടൊപ്പം തന്നെ പ്രചരണ ചൂടും കൂടും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത്.